അപ്പൊ ഇന്ന് നമ്മള് ഈ സാധനം കണ്ടോ, ഇതെന്താണ് ദേവു? അവക്കാഡോ. ഇത് നമ്മള് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ദേവുവിന്റെ നിർബന്ധപ്രകാരം ദേവുവിന്റെ അമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അതുപോലെ തന്നെ നമുക്കിത് വെച്ചിട്ട് ഷേക്ക് അടിക്കുന്ന ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഷേക്ക് അടിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. പഠിക്കാം ദേവു, ഷേക്ക് അടിക്കാം. പോവാണ്. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടെ. എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ തിരിക്കി എടുക്കണൊക്കെ കണ്ടിട്ടുണ്ട്. പപ്പായ ഇരിക്കും പോലെ ഉണ്ട് ഗൈസ്. പപ്പായ ഏറെ പിച്ചാത്തി എടുത്തുണ്ട്. ഇത് മുറിയാത്ത പിച്ചാത്തി. കുറെ പിച്ചാത്തി ഉണ്ട്, ഒന്നും മുറിയില്ല. പിച്ചാത്തി മീൻസ് കത്തി. നമ്മളൊക്കെ പിച്ചാത്തി എന്നാണ് പറയുന്നത്. ഇത് പറ്റ ഒരു പിച്ചാത്തി വെച്ച് മുറിക്കാൻ പറ്റുന്നില്ല. ഇത് മുറിയാത്ത ഇത് നമ്മളെ പിച്ചാത്തിയുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഇതിന്റെ കുഴപ്പമാണെന്നൊന്നും നമുക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് പച്ച മുറിക്കാൻ പറ്റും. അവിടെ നിന്ന് നല്ലപോലെ മുറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നല്ലപോലെ പഴുത്തെന്ന്. ബാക്കി അങ്ങോട്ട് മുറിക്കാൻ പറ്റുന്നില്ല. എളുപ്പത്തിൽ വെട്ടിയിട്ട് എടുക്കുന്ന സാധനം നമ്മളിങ്ങനെ സ്ലോ മോഷൻ കാണിച്ച് പച്ചയാണ്. വെട്ടി മുറിക്കാൻ വെട്ടി കറക്കി എടുത്തിട്ടുണ്ട്. കറക്കി ഇങ്ങനെയൊക്കെ എടുക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും ആക്കാൻ പറ്റുന്നില്ല. ഇത് വരണില്ല. ആദ്യമായിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഈ വക സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കാറില്ല. പപ്പയ്ക്ക് കണക്കാണ്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സംഭവം. പക്ഷെ പച്ചയാണ്. അത് പൊട്ടിച്ച് കണ്ടതിന് ശേഷം എനിക്ക് മതിയായി. പിന്നെ അത് വെച്ച് ഷേക്ക് അടിച്ചാൽ ശരിയാവോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഡ്യൂട്ടി മാറി എൻ്റെ ചേച്ചി അതിനെ എടുത്ത് അരിഞ്ഞ് ദേവു അതിനെ ഇതുപോലെ ഷേക്കാക്കി എടുക്കുന്നുണ്ട്. പാലൊക്കെ ഒഴിച്ച് ഇതുപോലെ ഷേക്കാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാരയും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ടാണ് എടുത്തത്. വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇടുമ്പോഴേ മിൽക്ക് മെയ്ഡിൻ്റെ കുറച്ച് ടേസ്റ്റ് കിട്ടും. അതിൻ്റെ പുറമേയുള്ള ഡാർക്ക് ഗ്രീൻ ഭാഗം അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ടാണ് ബാക്കിയാണ് നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. പാലിടിച്ച് പൊട്ടിക്കുകയാണ് ദേവ ചേച്ചി അമ്മിക്കല്ല്. അതിനുശേഷം വീഡിയോ എടുക്കാനും ഷേക്ക് ഉണ്ടാക്കാനും ഒന്നും ഞാൻ പോയില്ല. എൻ്റെ ചേച്ചിയും ദേവും ആച്ചൂസും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ ഇതൊന്നും കണ്ടില്ല. അവർ അപ്പുറത്ത് ദേവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഷേക്ക് അടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഞാൻ കുറച്ച് തിരക്കായി പോയി. അപ്പം ഷേക്ക് അടിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ദേവ് ഇരുന്ന് കുടിക്കുകയാണ് ഗൈസ്. സൂപ്പർ. ആച്ചൂൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് മുത്തമ്മ? എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ അരിഞ്ഞിട്ടൊക്കെ എങ്ങനെയൊക്കെ ആക്കി എടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവരാ ഒരു ചെവ പഴുക്കാത്ത കൊണ്ടായിരിക്കും ഒരു കറച്ചെവ. എനിക്ക് അത്ര മനസ്സിലായി.